ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ പരന്ന ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്ക്, ഈ സൂര്യനെ നോക്ക്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ വെളിച്ചം നോക്ക്, കണ്ട ആ ഒരു ഏര പോലെ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നേരെ താഴ്ത്ത് ഭാഗത്ത് നോക്ക്, ആ പോസ്റ്റിൻ്റെ ആ ഭാഗത്ത് നോക്ക്, കണ്ട നേരെ താഴ്ത്തേക്ക്. അതുപോലെ തന്നെ അവിടെ നോക്കിയ ഒരു ബൾബ്, അതിൽ നിന്ന് വരുന്ന വെളിച്ചം പോലെ. അപ്പോൾ സണ്ണെന്ന് പറഞ്ഞ സാധനം 83 മില്യൺ കിലോമീറ്റർ അവേ, അത്ര ദൂരെ ആണെന്നാണ് നിങ്ങളുടെ വിചാരം. അല്ല, ഇതിവിടെ തൊട്ടടുത്താണ്, അതുകൊണ്ടാണ് ഇത്ര വെളിച്ചം. അതുപോലെ തന്നെ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത്. ലൈറ്റ് ഇങ്ങനെ വളഞ്ഞു പോയില്ല, നമ്മൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചം വളഞ്ഞു പോയില്ല. എപ്പോഴും സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുക. ഇപ്പം ഈ വന്നേക്കണ ഈ ലൈറ്റിൻ്റെ ആ ഒരു ക്ലൗഡും തട്ടി വന്നേക്കണ ആ ഷെയ്ഡ്, അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് പാത്ത് പോലെ ലൈറ്റ് ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന പോലെ അവിടെ ഇവിടെ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനൊക്കെ നമ്മ ഒരു സ്ട്രൈറ്റ് ഒരു ലൈൻ വരച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് വരച്ചു, അവിടെ നിന്ന് വരച്ചു, അതൊക്കെ കൂടി ചെന്ന് മുട്ടണ എവിടെയാണോ അവിടെ ആയിരിക്കണം ആ ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നണേ? അത്ര മില്യൺ കിലോമീറ്റർ അറ്റത്ത അല്ല, ഇതിവിടെ തൊട്ടടുത്താണ് ഈ സൂര്യൻ. അതുപോലെ തന്നെ ഈ ചന്ദ്രനും. അപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട്, ഈ 2 മഹാദീപങ്ങൾ ദൈവം സ്ഥാപിച്ചു. ഈ ഉൽപ്പത്തിയിൽ, അത് ഞാൻ എൻ്റെ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഹാദീപങ്ങൾ, ഇത് സൂര്യൻ ചന്ദ്രനെക്കാട്ടും ഒരു പൊടി വലുത്. അതുപോലെ തന്നെ ചന്ദ്രനിൽ നിന്നാണ് ചന്ദ്രൻ്റെ വെളിച്ചം, അല്ലാണ്ട് ഈ സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ടല്ല ചന്ദ്രൻ തിളങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഫിസിക്സ് വെച്ച് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത്, ആ ഒരു ബേസിക് ഫിസിക്സ് വെച്ച് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം ഈ സണ്ണെന്ന് പറഞ്ഞ സാധനം ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഇതിവിടെ തൊട്ടടുത്തുള്ളതാണ്. അതുപോലെ തന്നെ മൂണും തൊട്ടടുത്തുള്ളതാണെങ്കിൽ ഈ സ്പേസ് ആ വക തിയറി മൊത്തം പോവും. അപ്പോൾ ആ എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞ സാധനം പോവും. ബിഗ് ബാങ്കിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. സണ്ണ് അത്ര അറ്റത്തുള്ളൊരിത്, ആ ഒരു കോൺസെപ്റ്റ് തന്നെ പോവും. അപ്പോൾ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു സ്പിരിച്വൽ വേൾഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കടുകുമണി വിശ്വാസം ഉണ്ടെങ്കിൽ മലയുടെ അടുത്ത് മാറിപ്പോകാൻ പറഞ്ഞാൽ മല മാറിപ്പോയി കടലിൽ വീഴും. അപ്പോൾ അതാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യരുണ്ടാക്കി, അപ്പോൾ ദൈവം നൽകിയ ദാനങ്ങളും അതുപോലെ തന്നെ അത്രത്തോളം വിശ്വാസത്തിൽ മനുഷ്യർ വളർന്നു കഴിഞ്ഞാൽ എല്ലാവരും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആളാണ് ഒരു എവല്യൂഷനിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അപ്പോൾ അത് ഫുൾ മണ്ടത്തരം. ഒരു ഫോസിൽ എടുത്തു, ആ ഫോസിലിൻ്റെ ഒരു കല്ലാണെങ്കിൽ കല്ലിൻ്റെ പ്രായം നോക്കണത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഏജ് ആ കല്ലിനുണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ കല്ലിൻ്റെ ഉള്ളിലുള്ള ഫോസിലുകളുടെ ഒരു ടൈം പീരീഡും അത് വെച്ചിട്ടാണ് അവരതാക്കുക. അതുപോലെ തന്നെ ഒരു എല്ല്, ഇപ്പോൾ ഒരു ബോൺ, ഒരു ഡൈനോസറിൻ്റെ എല്ല്, അതിൻ്റെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഏത് ലെയർ ഓഫ് മണ്ണിലേക്ക് എടുക്കണേ. അപ്പോൾ മണ്ണിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എല്ലിൻ്റെ കാര്യം പറയും, എല്ലിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ഏത് മണ്ണില്ല. അപ്പോൾ ഒരു സർക്കുലർ റീസണിങ്. ഇപ്പോൾ ഇതിന് ചോദിച്ചാൽ അതിന് പറയും, അതിന് ചോദിച്ചാൽ ഇത് പറയാം. അപ്പോൾ ഒരു അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്നേ വരെ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ഒരു ജീവനുള്ള വസ്തു വരില്ല. ഒരു ചെടി ആയാലും തന്നെ ഒരു കേടായ വിത്താണെങ്കിൽ അതിൽ നിന്ന് അത് മുളക്കില്ല. ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനുള്ള മറ്റൊരു വസ്തു ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു കയ്യും കാലും മുളച്ച കിളീനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് എന്ത് രീതിയിലാണ് എവല്യൂഷൻ? മനുഷ്യന്മാർ കണ്ടിടത്തോളം തൊട്ട് അതേ രൂപം, തവളക്ക് തവള പോലെ തന്നെ, മീന് പോലെ തന്നെ അതിൻ്റെ അതേ റിസംബിൾസ് ആയിരുന്നു. മനുഷ്യരാണെങ്കിൽ മനുഷ്യൻ തന്നെ ഉണ്ടാവുന്നു, കുട്ടികൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കിയിട്ടും ദൈവം ഇത്ര ഭംഗിയിൽ മനോഹരമായി ഇതൊക്കെ ഉണ്ടാക്കി. പക്ഷെ മനുഷ്യർ അതിനെ മാറ്റിമറിച്ചു. പിശാച് കയറിയ മനുഷ്യർ പല കഥകളും പറഞ്ഞ് ആ ഒരു സ്പിരിച്വൽനെസ് കെടുത്തി. എന്നിട്ട് മനുഷ്യരെ ഓരോ മണ്ടത്തര ഇതുപോലെ വിശ്വസിപ്പിക്കാൻ പറയാം. അപ്പം അതിൽ നിങ്ങളുടെ ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ തോട്ട്, ബാക്കി നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം. ഇപ്പം നോക്കണേ, ഇപ്പോൾ കണ്ട, ഇപ്പോൾ സണ്ണ് അവിടെ അതിൻ്റെ ലൈറ്റ് നോക്കിയ അപ്പുറത്തേക്ക് ക്ലൗഡിൻ്റെ മുകളിലേക്ക്, മനസ്സിലായ? അത് അവിടെ തൊട്ടടുത്തുള്ളത് കൊണ്ടാണ് അതങ്ങനെ. അല്ലാണ്ട് ഇത് മില്യൺ കിലോമീറ്റർ വേന്ന ദൈവമേ, അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ചുറ്റിലും ഉണ്ട് അതിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ ഒരു വലയം, ആ ഒരു മഹാദീപം ദൈവം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ഈ സൂര്യന് പല ശക്തികളുണ്ട്. സൂര്യനിൽ നിന്ന് നമുക്കിപ്പോൾ വൈറ്റമിൻ ഡി, സൂര്യനിൽ നിന്ന് നമുക്ക് കുറേ പോഷക ഗുണങ്ങൾ, അതുപോലെ ചെടികൾ വളരാനും ഇതിനൊക്കേത്തിനും സൂര്യൻ്റെ കഴിവ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള എനർജി നമുക്ക് എടുക്കണം. അപ്പോൾ അത്രയ്ക്ക് എനർജി തരണ ഒരു സോഴ്സായ കാരണം
അപ്പോൾ ഹിന്ദു മതത്തിൽ ഇതിനെ ആ ഒരു വസ്തുവിനെ ദൈവമായിട്ട് അവർ കണക്കാക്കി. അപ്പോൾ പല പല ഇതുപോലെ തന്നെ എനർജി ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന പല എനർജി സോഴ്സുകളുണ്ട്. ഇപ്പോൾ മനുഷ്യരതിനെ പലതിനെയും ദൈവങ്ങളാക്കി കണക്ക് കൂട്ടി. പക്ഷേ ഇവരൊന്നും അറിയുന്നില്ല, ഇത് മൊത്തം ഒരാളുണ്ടാക്കിയതാണ്. സാക്ഷാൽ ദൈവം ഇത് മൊത്തം ഉണ്ടാക്കി, ഇത്ര പിച്ച് പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് ജീവിക്കാനും അതുപോലെ തന്നെ എനിക്ക് കഴിക്കുമ്പോൾ എൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വേണ്ട മിനറൽസ് അതുള്ള ഒരു പഴങ്ങൾ ഒക്കെ ബാലൻസ്ഡ് ആണ്. മനസ്സിലായി? അപ്പോൾ ഇത്തിരി കൂടിപ്പോയ അളവ് കൂടിപ്പോയ ഷുഗർ ലെവൽ കൂടി കുറഞ്ഞ മനുഷ്യന് പ്രശ്നം. അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ പോയി അത് ഒരാൾ ഇത് ഉണ്ടാക്കിയത്. അത് കഴിക്കണം ഓരോ സാധനം. അപ്പോൾ വിഷം കഴിച്ചാൽ മരിച്ചു പോകും. മനസ്സിലായി? അപ്പോൾ നമ്മുടെ എന്ത് നമ്മൾക്ക് എൻ്റെ ജീവിക്കാൻ എനിക്ക് കണ്ണിന് എന്ത് വേണം, പ്രോട്ടീന്, അയഡീന്, ഈ വക സാധനം എന്തൊക്കെ വേണം എനിക്ക്, അതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത് ഉണ്ടാക്കിയ ആള് നമുക്ക് തരുന്നുണ്ട്. അപ്പം അത്ര മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിനെ ഈ മനുഷ്യര് ഈ ശാശി കയറിയറ്റങ്ങൾ ഒരു കഥ ഉണ്ടാക്കി വിടുക ഇങ്ങനെ എവല്യൂഷനിൽ നിന്ന്. അപ്പം പാപങ്ങൾ ഇവർ ചെയ്തു കൂട്ടും. അവർ ദൈവത്തെ ചിന്തിക്കുകയില്ല, ദൈവം പറഞ്ഞതേ അനുസരിക്കുന്നില്ല, പാപങ്ങൾ ഇങ്ങനെ ചെയ്തു പോകും. ഇത് അവസാന നാളുകളായി. ഇപ്പോൾ ഭൂമി ഇനി തീരാറായി. ഏകദേശം ബൈബിൾ പ്രകാരം 6000 വർഷമുള്ള ഭൂമിക്ക് ആയുസ്. അത് കഴിഞ്ഞാൽ ഈശോ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കറക്റ്റ് ടൈം പറഞ്ഞിട്ടില്ല, പക്ഷേ വരും. അത് അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞ പ്രകാരം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കുരിശിൽ മരിച്ചതും അതുപോലെ തന്നെ ഓരോ റെക്കോർഡ്സ് ബൈബിൾ പ്രകാരമുള്ള ഓരോ എന്തൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മനുഷ്യർ അന്വേഷിക്കാൻ തുടങ്ങിയ ഈ ഭൂമിയിൽ അതിനൊക്കെ ഉള്ള. ഇപ്പോൾ കടൽ രണ്ടാക്കി അതിനൊക്കെ ഉള്ളത് അവിടെ ഉണ്ട്. അത് നമ്മൾ തിരയണില്ല, നേരെയില്ല. അതൊക്കെ കഥകളാണെന്ന് നമ്മൾ വെറുതെ ചിന്തിച്ച് വിട്ടുകളയാ. ഇങ്ങനെ ഇപ്പം എനിക്ക് പാപം ചെയ്യണമെങ്കിൽ ദൈവം ഉണ്ടാവരുത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവമില്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ പിശാച് ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ട്? അവന് ദൈവത്തെ പോലെ തോന്നി. അവനെല്ലാം അറിയാം, നമുക്കെല്ലാം അറിയാം, എനിക്ക് ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല. ആ ഒരു ചിന്ത തന്നെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ പിശാച് കൊണ്ടുതന്നെ. നമുക്കെല്ലാം അറിയാം, എന്തോരം അറിയാം. ഇപ്പോൾ ചിലർ പറയാം എവല്യൂഷൻ. ഇപ്പം ഞാൻ ഈ ദൈവത്തെ പറ്റി ചോദിക്കുക വരുമ്പോൾ ചോദിക്കുക എത്രത്തോളം നിനക്ക് ദൈവത്തെ ബൈബിളിൻ്റെ എല്ലാം അറിയോ? അപ്പോൾ ബൈബിളിൻ്റെ എല്ലാം എനിക്കറിയില്ല, പക്ഷേ ബേസിക് നോളജ് എനിക്ക് കിട്ടി. അപ്പോൾ അത് എല്ലാവർക്കും അതിൻ്റെ ഒരു അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാറ്റിസത്തിൽ പഠിച്ച പോലെ. പക്ഷെ അതിനെ മനസ്സിലാക്കിയ രീതി മാത്രം വ്യത്യസ്തമായി. അത് മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ ഈ ഫ്ലാറ്റ് എർത്തിനും ഈ ഭൂമിയുടെ ബാക്കി ബൈബിളിൽ എഴുതി വെച്ച കാര്യത്തിനൊക്കെ വളരെ വളരെ അർത്ഥം വരും. അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ സ്വർഗത്തേക്ക് പോകാനുള്ള നമ്മുടെ സ്വയം ഒരുങ്ങണം. സാരിച്ച് കുർബാനയായിക്കൊണ്ട് അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്താനുള്ള പണികളാണ് നോക്കണ്ടേ. അല്ലാണ്ട് ഈ വക കള്ളത്തരം നോക്ക് ഈ വക കള്ളത്തരങ്ങൾ അത്ര മില്യൺ അറ്റത്താന്നൊക്കെ പറഞ്ഞാൽ ആ കള്ളത്തരം വിശ്വസിച്ച് വെറുതെ നരകത്തിൽ പോകാണ്ടിരിക്കുക. മനസ്സിലായോ? നരകം ഇപ്പം ആൾക്കാരുടെ വിചാരം നരകം എന്ന് പറഞ്ഞ സാധനം പിശാചിൻ്റെ കോട്ടയാന്നാ. ഉണ്ട നരകാരുണ്ടാക്കിയ ദൈവം എന്തിന്? പിശാചിനെ പിടിച്ച് തളച്ചിടാൻ. പക്ഷെ അവന് വളരെ ശക്തിയുണ്ട്. അതും ബൈബിളിൽ പറയുന്നുണ്ട്. പിശാച് എന്തൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ അവസാന നാളുകളിൽ പിശാചായിരിക്കും ഇത് ഭരിക്കാമെന്ന് ഉദ്ദേശിച്ച് പിശാചിൻ്റെയിലാണ് ഫുൾ പവർ എന്നല്ല. അത് ദൈവം ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പിശാചിനെ ഇങ്ങനെ ആ ഒരു നീ കളിച്ചോ ഇപ്പം ഇത്ര നാൾ, പക്ഷെ അതിൻ്റെ എല്ലാ അവസാനം കണ്ടിട്ട് വന്നിട്ടാണ് ഈ ദൈവം ഈ ഈശോ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചത് നമുക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ അവസാനം കണ്ടിട്ട് അപ്പം നമ്മൾ പേടിക്കാണ്ട് ഈശോയിൽ വിശ്വസിച്ച് അങ്ങോട്ട് ജീവിക്കാം. മനസ്സിലായോ? പാപങ്ങളൊന്നും ചെയ്യാണ്ട് കുമ്പസാരിച്ച് കുർബാന ആയിക്കൊണ്ട് ജീവിച്ച സ്വർഗത്തേക്ക് എത്താം. അപ്പോൾ അത്ര ആവും.